എന്ന് പണം പിടുങ്ങുന്ന ഓ തട്ടിപ്പന്മാരെ, അല്ലാഹ് അവരെ കുറിച്ച് എന്താ പറയുന്നത്? ലഅനഹുമുല്ലാഹ്, അല്ലാഹ് അവരെ ശപിച്ചിരിക്കുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും ശാപമുണ്ട്, പരലോകത്തും ശാപമുണ്ട്. കേവല ശാപം കൊണ്ട് തീർന്നില്ല. വഅദ്ദ ലഹും അദാബൻ മുഹീനാ, ഏറ്റവും നിന്ദ്യകരമായ ശിക്ഷയും അവർക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു. തൗബ ചെയ്തോ മുസ്ലിയാക്കളെ? ഓ സഖാഫിമാരെ, വാശി ഒഴിവാക്കിയിട്ട് ഇതേതോ ഒരു മുടിയാണെന്ന് പറഞ്ഞ് ആ തിരുമുടി സൂക്ഷിക്കുവാനുള്ള ഉത്തമ കേന്ദ്രം അതേ പള്ളിയല്ല, കേന്ദ്രമല്ല, കെട്ടിടമല്ല. ഈ അമ്മുവിന്റെ മുടി സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രം ഞങ്ങൾക്കറിയാം, അത് ചവറ്റുകൊട്ടയാണ്. അതേ ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഉറങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റും എന്ന് പറഞ്ഞ അതിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലെന്ന് പറഞ്ഞ ആ ചവറ്റുകൊട്ടയില്ലേ, അതിലേക്കിട്ടുകൊണ്ട് ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞോ കാന്തപുരം മുസ്ലിയാരെ, ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞോളൂ. പൊന്മള ഉസ്താദേ, പേരോട്ടുകാരാ, എല്ലാവരും ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞോളൂ. നിങ്ങൾ എത്രയാണ് സമുദായത്തെ പറഞ്ഞു പറ്റിച്ചത്, എത്രയാണ് സമുദായത്തെ പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചത്. നിങ്ങളെ വിശ്വസിച്ച സമുദായത്തെ അല്ലേ നിങ്ങൾ വഞ്ചിച്ചത്? നിങ്ങളാരും പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വഞ്ചനയിൽ പെട്ടിട്ട് ആ അമ്മു ജ്യൂസ് കുടിച്ചിട്ടില്ല. പക്ഷേ കുടിച്ചത് മുഴുവനും നിങ്ങളെ വിശ്വസിച്ചവരാണ്. വിശ്വാസവഞ്ചനയല്ലേ ചെയ്തത്? മാപ്പ് പറഞ്ഞോ, തിരിച്ചു വയ്ക്കോ റബ്ബിങ്കലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ അതാ ആരെക്കൂടി പ്രശ്നമായിട്ട് നടക്കുന്നു. എന്താ കാരണം? ഹബീബിനെ തൊട്ടുകളിച്ചു, ഹബീബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് കള്ളമുടി കൊണ്ടുവന്ന് നടന്നു. മാത്രമല്ല, ജിഷാൻ അവിടെ പോയപ്പോ ജാലിയവാലയോട് ചോദിച്ചു അത്രേ, എനിക്കും വേണം ബാബാ കുറച്ച് മുടി. ബാബാ എന്ന് പറഞ്ഞ് ജാലിയവാലയെ ബഹുമാനിച്ച് വിളിച്ചപ്പോ ബാബയതാ അവസാനം കുറെ തർക്കവിതർക്കങ്ങൾക്ക് ശേഷം ബാബയതാ ഒരു തുണിയിലേക്ക് കുറച്ച് മുടി അങ്ങ് വാരിക്കൊടുത്തു. ഹബീബിന്റെ മുടിയുടെ ഒരു വിലയില്ലായ്മ നോക്കണം. ഞാനത് കൊണ്ടുവന്നതാ, ഓഫീസിൽ കൊണ്ടുവന്ന് എണ്ണി നോക്കുമ്പോ ജിഷാൻ പറയുന്നു, ഒരു മുടിയല്ലേ ഞാൻ ചോദിച്ചത്, അമ്പലക്കടവിന് ഒന്ന് ചോദിച്ചപ്പോൾ 7 കിട്ടിയതെങ്കിൽ ഞാൻ പോയിട്ട് ബാബയോട് ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബാബ തന്നത് 18 മുടിയാണ്. കാരണം എന്താ? ബോംബെയിലെ ബാർബർ ഷാപ്പുകളിലും തെരുവുകളിലും എല്ലാവരുടേതും അടക്കമുള്ള മുടികൾക്ക് പഞ്ഞമുണ്ടോ? അതുകൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് കിട്ടി. ഞാൻ ആ മുടി കൊണ്ട് പൊന്മള ഉസ്താദിനെ സമീപിച്ചു. നിശാൻ പറയാണ്, ഞാൻ ആ 18 മുടിയും കൊണ്ട് പൊന്മള ഉസ്താദിനെ സമീപിച്ചു. പൊന്മള പറഞ്ഞു, അതിനെപ്പറ്റി ഒന്നും ഉണ്ടണ്ട, എനിക്ക് കാണണ്ട. കണ്ടോ, ഹബീബിന്റെ മുടിയാണെങ്കിൽ പൊന്മള കാണണ്ടെന്ന് പറയോ? പേരോട് ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ പേരോടത് തുറന്നു നോക്കാൻ പോലും വന്നില്ല എന്നാണ് ജിഷാൻ പറയുന്നത്. മൂപ്പരിക്കും അറിയാം ജാലിയവാലയുടെ കെട്ടിലുള്ളതൊക്കെ കള്ളമുടിയാണ്. അതങ്ങോട്ട് കയറ്റിവിട്ട് പിന്നെ ഇങ്ങോട്ടൊന്ന് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട്. ജാലിയവാല ഹസറജിക്ക് അബൂദാബിയിലേക്കൊന്ന് കയറ്റി അവിടുന്ന് അങ്ങോട്ടൊന്ന് ഇറക്കി ഇവിടെ വെച്ചതാ സനതെന്ന് പറഞ്ഞിട്ടൊരു സനദം വായിച്ച് സർവ മുസ്ലിം അതേ അവരെ വിശ്വസിക്കുന്ന ആളുകൾ മുഴുവനും പറ്റിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിറ്റ് കാശാക്കുവാൻ വേണ്ടി നടന്നപ്പോൾ അപമാനം കൊണ്ട് ആകെ ഇപ്പോൾ തലതാഴ്ത്തേണ്ട ഗതികേട് പറ്റിപ്പോയി. മാത്രമല്ല ഇപ്പോ ചില പുതിയ തരികിട കൂടി മൂപ്പര് മുമ്പ് നടത്തിയിട്ടുണ്ട്. പണ്ടേ ഈ മുടിയെപ്പറ്റി സംശയം വന്നപ്പോ ഇതൊന്ന് ചെലവാകാൻ വേണ്ടി മൂപ്പര് പറഞ്ഞു, ഇക്കൊല്ലം നമ്മൾ റബീഉൽ അവ്വലിന് കാണിക്കാൻ പോകുന്ന, പ്രദർശിപ്പിക്കാൻ പോകുന്ന മുടിവെള്ളത്തിൽ കേവലം മുടിവെള്ളം മാത്രമല്ല, അതിൽ സംസം ചേർക്കുന്നുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഖബറിന്റെ മേലെ വിതറിയ ഒരു പൊടിയുണ്ട്, അവിടെയുള്ള പൂമ്പൊടിയുണ്ട്, അവിടെയുള്ള ചില പൊടികളുണ്ട്. അതെനിക്ക് മദീനത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാനിതിലൊന്ന് ചേർത്തിട്ട് മുടിപൊടി സംസം ജ്യൂസാണ് ഞാൻ ഇക്കുറി കൊടുക്കുന്നത്. കുടിക്കാൻ കുറെ വിഡ്ഢികൾ ചെന്നു. പക്ഷേ
ഇപ്പോഴും നിലനിൽപ്പില്ല. ഇപ്പൊ മൂപ്പരിക്കാകെ ബോധ്യമായപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ തന്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വാലു പൊക്കുമ്പോഴേ അറിയാമല്ലോ എന്താ ഉദ്ദേശമെന്ന്. മൂപ്പരിപ്പോൾ പറയുന്നുണ്ട് പുതിയൊരു കാര്യം. ഇത് വല്ലാതെ ക്ലച്ച് പിടിക്കൂലാന്ന് തോന്നിയിട്ടോ എന്തോ, അതേ മൂപ്പരിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മദീനത്ത് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്മേൽ മൂടിയിരുന്ന ഒരു പുതപ്പ്, ഒരു കില്ല ഞാൻ കണ്ടു. 1270 കൊല്ലം മുമ്പ് പഴക്കമുള്ള കില്ലയാണ്. അതിന്മേൽ മൂടിയിരുന്ന കില്ലയാണ്. എല്ലാം നുണകളാണ്. അതേ, ആ കില്ലയുള്ള ആളോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ കൊടുക്കുമോ? ഞാനെന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, കൊടുക്കും, കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉസ്താദിന്റെ മനസ്സിലിങ്ങനെ അമിട്ട് പൊട്ടുകയാണ്. ഒരു അമ്മുമുടി കൊണ്ട് എത്ര കോടികളാ ഞാൻ സമ്പാദിച്ചത്. ഹബീബിന്റെ ഖബറിന്റെ മുകളിൽ പുതച്ച പുതപ്പൊന്ന് കിട്ടിയാൽ അത് നുറുക്കി 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 കഷ്ണമായി കോടികൾ ഇങ്ങനെ മൂപ്പരും ഹക്കീം മോനും ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ടൗൺഷിപ്പിന്റെ സ്വപ്നം കാണുകയാണ്. അതേ, ആയിരക്കണക്കിന് ആളുകൾ അത് കാണാൻ വരുമ്പോൾ ഉണ്ടാകുന്ന റിയൽ എസ്റ്റേറ്റിന്റെ സ്വപ്നം കാണുകയാണ്. അവസാനം മൂപ്പരോട് പറഞ്ഞു, കിട്ടും എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോ മൂപ്പര് പറഞ്ഞു അത്രേ, 5 ലക്ഷം കോടി എന്നാണ് തോന്നുന്നു. ഞാൻ തെറ്റിയ വിഷയാക്കണ്ട. 5 ലക്ഷം എന്തോ ഒരു വലിയ തുകയിലുള്ള തുക പറഞ്ഞിട്ട് പറഞ്ഞു, അത്രയും ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലട്ടോ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം തന്നാലേ തരൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഈ വ്യാജൻ ഇവിടെ പറയുന്നത്? മനസ്സിലായോ നിങ്ങൾക്ക് ഇതിന്റെ ഗുട്ടൻസ്? എന്തിനാ? അപ്പൊ നീ പറയണം 5 ലക്ഷം കൊടുത്താലും കിട്ടാത്ത ഒരു 6 ലക്ഷം കൊടുക്കേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു നിധി എനിക്ക് തരാമെന്ന് മദീനത്ത് നിന്ന് ഓഫറുണ്ട്. മുസ്ലിയാന്മാരെ, കുട്ടികളെ, തിരുപുതപ്പ് വാങ്ങാനൊരു ഉത്തമ സംഭാവന ഫ്ലക്സ് ബോർഡ് ഉയരാൻ പോകുന്നു. തിരുപുതപ്പ്, തിരുക്കില്ല വാങ്ങാനൊരു ഉത്തമ സംഭാവന. കൂപ്പനടിപ്പിച്ച് 6 ലക്ഷത്തിന്റെ പേരിൽ നിങ്ങൾക്ക് 6 കോടി കൊയ്യാമല്ലോ, 60 കോടി കൊയ്യാമെന്ന കണക്കിരിപ്പ് വാ കേരളത്തിലേക്ക് ആ വ്യാജക്കില്ലയും കൊണ്ട് നടക്കൂല. മുജാഹിദുകൾ ഇവിടെയുണ്ട്. ആയത്തുകളോതി ഹദീസുകളോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്ലാം അവിടുന്ന് എന്താണ് റബ്ബിന്റെ ദീനിനെ പറ്റി പഠിപ്പിച്ചതെങ്കിൽ അത് ഈ സമൂഹത്തോട് പറയാൻ ഇവിടെ ഞങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നപ്പോൾ ഇതിനെ എതിർക്കാൻ ഞങ്ങളുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെരുപ്പ് കിട്ടൂല, കിട്ടാനില്ല. അപ്പൊ എന്ത് ചെയ്തു? ചെരുപ്പിന്റെ മോഡലിൽ ഒരു ചിത്രം വരച്ചു. ചിത്രം വരച്ച് ചെരുപ്പിന്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോക്കൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. ആ ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ വീട് വീണാന്തരം വിതരണം ചെയ്യുന്നു. ഹബീബിന്റെ ചെരുപ്പിന്റെ ഫോട്ടോയുടെ ഫോട്ടോസ്റ്റാറ്റാണ്. ഉമ്മമാരെ, പ്രസവവേദന അടുത്ത മക്കളെ കയ്യിൽ കൊടുത്തോ? എന്റെ പെങ്ങളത് കയ്യിൽ പിടിച്ചപ്പോ പ്രസവിച്ചത് അറിഞ്ഞതേയില്ല എന്ന് ഒരു മുസ്ലിയാർ ഇങ്ങനെ പറയുന്ന ക്ലിപ്പുമുണ്ട്. നോക്കണം നിങ്ങൾ. ബിസിനസ് പൊടിപൊടിക്കുകയാണ്. ഹബീബിനെ വിടൂലെന്നെ. നബിയേ, നിങ്ങളുടെ ശിരസ്സിലെ മുടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും തളരൂല, തളരൂല, നിങ്ങളുടെ കാലിലെ ചെരുപ്പിന്റെ മോഡൽ ഞങ്ങൾ ഉണ്ടാക്കും, ഫോട്ടോ എടുക്കും, അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും, അത് വിതരണം ചെയ്ത് ഞങ്ങൾ കോടികൾ കൊയ്യും എന്ന് പറഞ്ഞു വന്നാൽ, ഉമ്മമാരെ, ആദർശത്തിന്റെ ചൂലെടുത്ത് ആട്ടിപ്പായിച്ചോ. ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളച്ചെരുപ്പുമായി, ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളമുടിയുമായി, ഇങ്ങോട്ട് വരണ്ടടാ നിന്റെ കള്ളപ്പൊടിയുമായി. മുടി ജ്യൂസും പൊടി ജ്യൂസും ഉറങ്ങുന്ന സർവ്വരൂപത്തിലുള്ള കൃത്രിമ കാര്യങ്ങളുമായി കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിനോട് സ്നേഹമുണ്ട്. അവിടുത്തെ പേരിൽ കള്ളം പറയാൻ പാടില്ല. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഏതർത്ഥത്തിൽ ആര് കള്ളം ഞാലുവന്നിക്ക് താട് നരകത്തിൽ തന്നെ.
ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അർത്ഥത്തിലൊക്കെ ഈ സമൂഹത്തോട് കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ അതേ ആകെ വഷളായി കൊണ്ട് നടക്കുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യനോട് ഇയാളതാ ഒരിക്കലിങ്ങനെ ഫോണിൽ സംസാരിച്ചു എന്ന് മാത്രമല്ല, ജാലിയവാലയുടെ അടുത്ത് പോയി ജാലിയവാല ഈ വ്യക്തിക്കൊരു മോതിരം കൊടുത്തു പോലും ആ മോതിരം ഇങ്ങനെ കൊടുത്ത് പറഞ്ഞുവത്രേ, നീ മോതിരം ധരിക്കുമ്പോ 3 വട്ടം കുസൂസായത് ഓദിക്കോ. മനസ്സിലായ നിങ്ങൾക്ക്? കുസൂസായത് നമ്മുടെ സൂറത്തുണ്ട് ഖുർആനിൽ. അങ്ങനെയല്ലോ കുസൂസായത്. ഈ വിഡ്ഢിക്ക്, ഈ പച്ച ഫാസിഖിന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ പൊന്നുമോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തോടുന്നത് പോലും കാന്തപുരത്തിന് മുടികൊടുത്ത, കാന്തപുരത്തിന്റെ കുത്തുബായ, കാന്തപുരത്തിന്റെ വലിയായ, കാന്തപുരത്തിന്റെ എല്ലാമായ ഖദരിയ തരീഖത്തിന്റെ ശൈഖാനെന്ന് പറയുന്ന ഈ പച്ചവാല ഫാസിഖിന്റെ തൊള്ളയിൽ നിന്ന് ഖുൽ ഹുവല്ലാഹ് എന്ന മൊഴിയാനുള്ള ഇൽമു പോലുമില്ലാത്ത ഈ പമ്പര വിഡ്ഢിയേൽപ്പിച്ച മുടിക്കെട്ടും കൊണ്ട് മർക്കസിൽ വന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുടിപ്പിച്ച മുസ്ലിയാരെ ആഖിറം വരാനുണ്ടെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് പരലോകം വേണോ, രക്ഷപ്പെട്ടോ? പരലോകം വേണോ? തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് അതേ അതിൻ്റെതായ ശരിയായ രൂപത്തിലേക്ക് മടങ്ങിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടോ? അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ആവർത്തിച്ച് ചൊല്ലിക്കോ സ്വലാത്ത്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവന് 10 ഗുണം പ്രദാനം ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഏതവസരത്തിലും അതാ അവിടുത്തെ വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതല്ലേ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്? അതിനൊരു സ്ഥലം സജ്ജമാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വലാത്ത് ചൊല്ലണം എന്ന് പഠിപ്പിച്ച സഹാബിമാരോട് വരൂ ഞാനൊരു പന്തലൊരുക്കാം മദീനയിൽ, വരൂ ഞാനൊരു പന്തലൊരുക്കാം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്വലാത്ത് ഹൽഖ രൂപീകരിച്ചിട്ടില്ല, ഒരു സ്വലാത്തിന്റെ മജ്ലിസ് രൂപീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ ഒറ്റയായി. അതേ ഓരോ അവസരങ്ങളിലും പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെ പ്രത്യേകം പുണ്യം വിചാരിച്ച് ചൊല്ലിക്കോ. അതല്ലാത്ത അവസരങ്ങളിലും അവസരം കിട്ടുമ്പോഴൊക്കെ ചൊല്ലിക്കോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാന്റെ റസൂല് തീർത്തു തന്നുകൊണ്ടിരിക്കുകയാണ്. അതേ അവിടുന്നാണ് ബുദ്ധിമുട്ടുകൾ നീക്കിത്തരുന്നത്, അവിടുന്നാണ് ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്നത് എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്ന നാരിയ സലാത്താകുന്ന ആ വിശ്വാസപ്രകാരമുള്ള ശിർക്കൻ സലാത്ത് വേണ്ട, കെഞ്ചുൽ അർശ് വേണ്ട. അതേ അതുപോലെയുള്ള മറ്റു സലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേരിട്ട് വിളിക്കുന്ന, അതേ അവിടുത്തെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നബിയോട് സഹായം തേടുന്ന നാരിയ സലാത്താണെന്ന് നെല്ലിക്കുത്തു പറഞ്ഞ സലാത്ത് അവിടെ വെച്ചാ മതി. അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ചെലവാക്കാൻ നോക്കണ്ട. അവിടുന്ന് പഠിപ്പിച്ച സലാത്ത്, അർത്ഥത്തിനും ആശയത്തിനും തകരാറില്ലാത്ത സലാത്ത്, അത് ചൊല്ലിക്കോ. അത് തന്നെ പണപ്പിരിവിന് വേണ്ടിയുള്ള സലാത്തല്ല, ആളെ കാണിക്കാനുള്ള സലാത്തല്ല. പരലോകത്തെനിക്ക് പ്രതിഫലം കിട്ടണം എന്ന നിലയ്ക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ, ആ രൂപത്തിലല്ലാതെ സലാത്തിനും ദിക്റിനുമൊക്കെ ഒരു മജ്ലിസ് ഉണ്ടാക്കി, ഒരു പ്രത്യേകമായ സ്ഥലമുണ്ടാക്കി, അവിടെ കാണും പെണ്ണും ഒഴുകി വന്ന്, ഓ സഹോദരിമാരെ, അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ഇസ്ലാമിക വേഷവും ധരിച്ചുകൊണ്ട് പെണ്ണ് പോയാൽ, നിസ്കരിക്കാൻ പോയാൽ, ജുമുഅക്ക് പോയാൽ ഹറാം തന്നെ എന്ന് പറയുന്നവരവസ്ഥയിലേക്ക് അതേ സമൂഹം എത്തിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരലോകം രക്ഷിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ സ്വഹാബാ സ്ത്രീകൾ സുബഹിയടക്കമുള്ള ജമാഅത്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജുമുഅക്ക് വന്നിട്ടുണ്ട്. അതേ ആ അർത്ഥത്തിലൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യത്തെ നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. എന്നിട്ടിതാ പലരും എന്തു പറയുന്നു, ദിക്ർ ഹൽക്കക്ക് പെണ്ണുങ്ങൾ പുറത്തു പോകുന്നു, സലാത്ത് മജ്ലിസിലേക്ക് പെണ്ണുങ്ങൾ പുറത്തു പോകുന്നു. പെണ്ണിന് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം
കാര്യത്തിനും പെണ്ണ് പുറത്തേക്കിറങ്ങാൻ പാടില്ലെന്നല്ലേ മുസ്ലിയാക്കന്മാര് വരെ ചിലപ്പോൾ ഫത്വ കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാ ഉമ്മമാരെ? നിങ്ങൾ ദിക്റ് ചൊല്ലിക്കോ വീട്ടിന്റെ അകത്തിരുന്ന്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. മുസ്ലിമേ, ഒരു ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിനിടക്ക് നൂറുകണക്കിന് ദിക്റുകൾ, ദുആകൾ നമുക്ക് നിർവഹിക്കാനില്ലേ? അതൊക്കെയും അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ ഓതണം. വീടുകളിലെ അന്തരീക്ഷങ്ങൾ അതേ മാറണം. അതേ മോശപ്പെട്ട കാര്യങ്ങൾ വീടുകളിൽ കാണിക്കപ്പെടരുത്. സിനിമ വേണ്ട, സീരിയൽ വേണ്ട, മ്യൂസിക്കുകൾ വേണ്ട. അതൊക്കെ റബ്ബിന് വെറുപ്പുള്ള സംഗതികളാണ്. തോന്നിവാസങ്ങളിലേക്ക് പോകുന്ന ജനതയാണ്, ഒളിച്ചോടുന്ന പെൺമക്കളാണ്. ഓ സഹോദരിമാരെ, സ്വർഗം വേണ്ടേ? നിങ്ങൾ നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? മരിച്ചുപോയ ഖബറിൽ നമുക്ക് സമാധാനം വേണ്ടേ? സംഗതികളാണ്, തോന്നിവാസങ്ങളിലേക്ക് പോകുന്ന ജനതയാണ്, ഒളിച്ചോടുന്ന പെൺമക്കളാണ്. ഓ സഹോദരിമാരെ, സ്വർഗം വേണ്ടേ? നിങ്ങൾ നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? മരിച്ചുപോയ ഖബറിൽ നമുക്ക് സമാധാനം വേണ്ടേ? സ്വർഗത്തിലെത്തണ്ടേ ഉമ്മമാരെ? ഖബറിൽ കിടന്നു നമ്മുടെ ശരീരം 3 ദിവസത്തിനുള്ളിലതാ അതേ മുട്ട പൊട്ടിയൊലിക്കും പോലെ കണ്ണിലെ കണ്ണ് പൊട്ടിയൊലിക്കുന്നു, വയറ് വീർത്ത് പൊട്ടിയഴുകുന്നു. കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. എത്ര കാലമാണ് സഹോദരി സഹോദര ഖബറിൽ കഴിച്ചു കൂട്ടേണ്ടത്? അതുകൊണ്ട് ആ ഖബറിലേക്ക് വെക്കുന്ന ശരീരം, ആ ശരീരത്തിന് പടച്ചവന്റെ പ്രത്യേകമായ അവന്റെ ആ പ്രത്യേകമായ പ്രതിഫലത്തിന് അർഹരാകുന്ന ആത്മീയമായ നിലക്ക് നിർവൃതി കിട്ടുന്ന സ്വർഗീയ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഖബറിൽ കിടക്കാൻ സാധിക്കണമെങ്കിൽ പെണ്ണേ, ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് അന്യയാണ് കാണുന്ന നിലക്ക് പുറത്തിറങ്ങുമ്പോ ഔറത്ത് കാണിച്ച് നടക്കല്ല. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഉമ്മപെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ എന്തിനാ പ്രയാസപ്പെട്ടത്? സ്വർഗം കിട്ടാനല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈല ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. എത്രയോ പെണ്ണുങ്ങളുണ്ട്, അവര് വസ്ത്രം ധരിച്ചയാണ്, അന്യാണുങ്ങളുമായി കൊഞ്ചിക്കുഴഞ്ഞ് ഫോണിലും അല്ലാതെയും സംസാരിക്കുകയാണ്. അതേ അന്യാണുങ്ങളോട് ഇടപഴകുമ്പോ നമുക്കൊരു നിയമമില്ലേ ഉമ്മമാരെ? സംസാരിക്കുമ്പോൾ ഒരു നിയമമില്ലേ? അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു നിയമമില്ലേ? ആ നിയമത്തിന് വിരുദ്ധമായി സംസാരിക്കുകയോ ഇടപെടുകയോ വസ്ത്രം ധരിച്ച് മുന്നിലേക്ക് വരികയോ ചെയ്താൽ ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ ആ സഹോദരിമാരെ പ്രവേശനമില്ലെന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിന്റെ മണം പോലും അത്തരം പെണ്ണുങ്ങൾ ആസ്വദിക്കൂല. ഇതെന്റെ സഹോദരിമാര് മനസ്സിൽ വെക്കണം, രക്ഷിതാക്കള് മനസ്സിൽ വെക്കണം. നമ്മുടെ പെൺമക്കള്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, അവര് നരകത്തിൽ പോയിക്കൂടാ, അവരുടെ കർമ്മങ്ങളാകെ നശിച്ചുകൊണ്ട് പരലോകത്തവര് നഷ്ടക്കാരായി പോയിക്കൂടാ. അതുകൊണ്ട് ഉമ്മമാരെ, വീട്ടിൽ ഒരു പക്ഷേ അസൗകര്യങ്ങൾ ഉണ്ടാകും, പുറത്തിറങ്ങിയ പലപ്പോഴും ആളുകൾ കാണും. എന്നാലും കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പടച്ച റബ്ബേ, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്താൽ മരണനേരം മുതൽ ഞാൻ അനുഭവിക്കണമല്ലോ. ഏത് സമയത്താ മരിക്കുക എന്നറിയില്ലല്ലോ. ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കുമുള്ള മരണം. ആ മരണം കഴിഞ്ഞാലുള്ള ഖബറ്, അതും കഴിഞ്ഞാലുള്ള പരലോകം, അവിടെ നമുക്ക് രക്ഷപ്പെടണ്ടേ? അവിടെ ചോദ്യമില്ലേ, നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഓരോ മനുഷ്യനും അവന്റെ ആയുസ് ഏത് സമയത്തിനാ
ചെലവഴിച്ചത്? എന്ത് കേട്ടിട്ട് എന്ത് കണ്ടിട്ടാ ചെലവഴിച്ചത്? യൗവനം ഏത് കാര്യത്തിന് വേണ്ടിയാ ചെലവഴിച്ചത്? യുവാക്കളെ, യുവതികളെ, പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു? എവിടെ നിന്നാടോ നീ പണം ഉണ്ടാക്കിയത്? ഏത് മാർഗത്തിലാണോ നീ ചെലവഴിച്ചത്? അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ച കാല് മുന്നോട്ട് വയ്ക്കാൻ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ കോടതിയിൽ പോയി അവനവന്റെ കാര്യത്തിൽ സമാധാനം ബോധിപ്പിക്കേണ്ട ദിനത്തിൽ ആരുണ്ട് സഹോദരാ, സഹോദരി, നമുക്ക് രക്ഷയും കൂട്ടിനുമായിട്ട്? അതുകൊണ്ട് നന്നായിക്കോളൂ. നിങ്ങൾ പഠിക്കണം, സന്മാർഗം എന്താണെന്ന് പഠിക്കണം, ഖുർആനിന്റെ അർത്ഥം പഠിക്കണം, തെറ്റുകൂടാതെ ഓതാൻ പഠിക്കണം, അതിന്റെ അർത്ഥം പഠിപ്പിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ പോകണം, നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കണം, കുടുംബസമേതം നിങ്ങൾ ഖുർആൻ പഠിക്കണേ, ഹദീസ് പഠിക്കണേ. ഹദീസുകളോട് പുച്ഛമുള്ളവർ ലോകത്താ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ ഉറങ്കാലുകൊണ്ട് ചവിട്ടി തീർക്കുന്ന, ഖബറിൽ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ അധ്യാപനം കേട്ട് ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, 5 നേരത്തെ നിസ്കാരം തീരുന്നതിന്റെ മുമ്പും മനസ്സ് പൊട്ടിക്കൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്നാൽ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്ന, അത് പ്രചരിപ്പിക്കുന്ന, പുതിയ കൂട്ടുകാരെയും കൊണ്ട് നടക്കുന്ന ആ മതഭൂരിഭാഗത്തിലെ സുഹൃത്തുക്കളുടെ പണ്ഡിതന് അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മനുഷ്യന് ആ ഖബർ ശിക്ഷ ശരിയല്ലത്രേ. ഖബർ ശിക്ഷ ഖുർആൻ വിരുദ്ധമാണ് പോലും. ഇന്നാലില്ലാഹ്. ഇതുപോലെ എത്രയെത്ര ഹദീസുകളെ തള്ളുന്നു, സംസമിന്റെ പ്രാധാന്യം തള്ളുന്നു, പരലോകത്തുള്ള മീസാനിനെ, തുലാസിനെ തള്ളുന്നു, അവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഭേദിച്ച് മുന്നോട്ട് പോകേണ്ട സിറാത്ത് പാലത്തെ തള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ചന്ദ്രൻ പിളർന്ന അത്ഭുതകരമായ മുഅ്ജിസത്തിനെ തള്ളുകയാണ്. ഇങ്ങനെ എത്ര ഹദീസുകളെ തള്ളുന്നു. 60 ഹദീസ് ഞാൻ തള്ളിയിട്ട് ആർക്കാ ഛേദമെന്ന് വീരവാദം മുഴക്കുന്നു. അല്ലാഹു നന്നാക്കട്ടെ. ആരെയും കുറ്റപ്പെടുത്താനല്ല, വേദന കൊണ്ട് പറയുകയാണ്. അതേ ഓ മുജാഹിദുകളെ, സർവശക്തനായ റബ്ബ് പഠിപ്പിച്ചതെന്ന ദീന്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നാൽ പിന്നെ അവിടുന്ന് പറഞ്ഞോ ഇല്ലേ എന്നേ പരിശോധിക്കേണ്ടതുള്ളൂ. പറഞ്ഞു എന്നറപ്പാണെങ്കിൽ പിന്നെ എന്റെ ബുദ്ധിക്ക് കൊള്ളുമോ, എന്റെ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന പരിശോധന പോലും അസ്ഥാനത്താണ്. നമ്മുടെയൊക്കെ കൊച്ചുബുദ്ധി എന്തിനാ കൊള്ളുക? സർവശക്തനായ അലീമായ ഹബീറായ റബ്ബ് വഹയറിയിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഹബീബ് പറഞ്ഞ ഒന്നിൽ പിന്നെ അല്പന്മാരായ നമ്മുടെ ബുദ്ധിക്കൊരു പ്രവേശനമോ? ചിന്തിച്ചോ. അവിടുന്ന് പറഞ്ഞതിനെ സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതേ യഥാർത്ഥമായ മുജാഹിദുകളിലേക്ക് മടങ്ങി വന്നോ. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും അതാദ്യമായി കേട്ട സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കൊണ്ടത് പ്രയോഗവൽക്കരിച്ച് അത് പ്രബോധനം നടത്തുന്ന ലെറ്റർപേഡും സീലുമൊന്നും തൽക്കാലമില്ലെങ്കിലും, അധികാരം തൽക്കാലമില്ലെങ്കിലും, അതെല്ലാം ഉള്ളവനായ സർവശക്തനായ റബ്ബ് കനിഞ്ഞരുളിത്തരുന്ന ഇതുപോലെയുള്ള ദഅ്വാ സംരംഭങ്ങൾ, അതും കൊണ്ട് മുന്നോട്ട് പോയിക്കോ. പടച്ച റബ്ബിന്റെ കാവലുണ്ട്, അല്ലാഹുവിന്റെ സഹായമുണ്ട്. പടച്ച റബ്ബാണ് സഹായിക്കുന്നവൻ. അവന്റെ ദീനിനെ സഹായിച്ചാൽ എവിടെയും നാം തളരേണ്ടി വരില്ല, പതറേണ്ടി വരില്ല. ആര് നിങ്ങളെ നോക്കിയിട്ട് എന്ത് കുറ്റപ്പേര് വിളിച്ചു പരിഹസിച്ചാലും മനസ്സ് വിഷമിക്കല്ല. അള്ളാന്റെ മാർഗത്തിലാ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ചെയ്യാത്തതാ നിങ്ങളുടെ പേരിൽ ആരോപിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതാ നിങ്ങളെ പറഞ്ഞ് പരിഹസിക്കുന്നത്. കേൾക്കുമ്പോ പതറിപ്പോകണ്ട, ഉറച്ചു വിശ്വസിച്ചോ. അള്ള പറഞ്ഞിട്ടുണ്ട്, പലതും കേൾക്കേണ്ടി വരും, ധാരാളം കേൾക്കേണ്ടി വരും, പലരിൽ നിന്നും കേൾക്കേണ്ടി വരും. അപ്പോഴൊന്നും ഒളിച്ചോടി പ്രവർത്തന രംഗത്ത് നിന്ന് മടുത്തു പിന്മാറണ്ട. എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടാലും ഉറച്ചു നിന്നോ.
മാലിക്കുൽ മുലൂക്കായ റബ്ബുൽ ആലമീൻ, രാജാതിരാജനായ റബ്ബുൽ ആലമീൻ അവന്റെ ഖജനാവിൽ തന്നാൽ തീരാത്തത്ര ബാക്കിയാണ്, അവന്റെ കയ്യിൽ കൊടുത്താൽ തീരാത്തത്ര ബാക്കിയാണ്, അവന്റെ അധികാരം അവിടെ ബാക്കിയാണ്. അവനാണ് നമ്മെ കാണുന്നവൻ, അവനാണ് നൽകുന്നവൻ, അവനാണ് തടയുന്നവൻ, അവനാണ് അധികാരം കൊടുക്കുന്നവൻ, അവനാണ് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നവൻ, അവനാണ് അന്തസ്സ് കൊടുക്കുന്നവൻ, അവനാണ് അന്തസ്സില്ലാതാക്കുന്നവൻ. അവനിൽ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ എന്റെ നന്മയുടെ റിക്കാർഡിൽ എനിക്ക് ഗുണമായി എന്റെ റബ്ബ് രേഖപ്പെടുത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചോ. ആ നിലക്ക് മുന്നോട്ട് പോയാൽ അല്ലാഹ് അവന്റെ റസൂലിലൂടെ പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ ജീവിക്കല്ല, ചിന്തയില്ലാത്തവരെ പോലെ ജീവിക്കല്ല, മറിച്ച് ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥമായ രീതിയിലേക്ക് ആ ഒരവസ്ഥയിലേക്ക് നാം എന്ത് ചെയ്യണം, ശരിയായ ഒരു രൂപത്തിലേക്ക് ജീവിതത്തെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് രക്ഷയുണ്ട്. അതിൽ മാത്രമാണ് രക്ഷ. എനിക്കെന്റെ ഈ പ്രദേശത്തുള്ള ഉമ്മമാരോട്, സഹോദരീ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷേ ഈ പ്രസ്ഥാനത്തെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടാകും, തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അടുത്തറിയണേ, നിങ്ങൾ പഠിക്കണം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരല്ല, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. സിയാറത്ത് അനുവദനീയമായ സംഗതി. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന് തെറ്റിദ്ധരിക്കല്ല. മരിച്ചവർക്ക് ഫലം കിട്ടുന്ന ഏതൊക്കെയുണ്ടോ അത് മുഴുവനും ചെയ്യണമെന്നും ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്തത് അവർ ചെയ്യുന്നില്ല. റസൂലുള്ള മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പുണ്യം കിട്ടാൻ വേണ്ടി നിങ്ങളൊരു 70,000 ദിക്ർ ചൊല്ലിക്കോന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ രൂപത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അത് മരിച്ച വീട്ടിൽ ഒരടിയന്തരം ഉണ്ടാക്കുന്നു, 3-നും 7-നും മുജാഹിദുകൾ. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്തത് അവർ ചെയ്യുന്നില്ല. റസൂലുള്ള മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പുണ്യം കിട്ടാൻ വേണ്ടി നിങ്ങളൊരു 70,000 ദിക്ർ സമ്പ്രദായം വല്ലാഹി ദീനില്ല. അതുകൊണ്ട് ഉള്ളതുപോലെ മനസ്സിലാക്കണേ. പല വിഷയങ്ങളിലും ഒരുപക്ഷേ എന്റെ ശ്രോതാക്കൾ തെറ്റിദ്ധാരണയിലുണ്ടാകും. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സത്യത്തെ ബോധ്യപ്പെടുത്തണം. ആ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പ്രവർത്തിക്കണം. അതേ നമുക്ക് ധാരാളമായി ചെയ്തു. അതുകൊണ്ട് ഉള്ളതുപോലെ മനസ്സിലാക്കണേ. പല വിഷയങ്ങളിലും ഒരുപക്ഷേ എന്റെ ശ്രോതാക്കൾ തെറ്റിദ്ധാരണയിലുണ്ടാകും. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സത്യത്തെ ബോധ്യപ്പെടുത്തണം. ആ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പ്രവർത്തിക്കണം. അതേ നമുക്ക് പറയാനുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമാറാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ വസിയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും ചെയ്ത ഈ നാട്ടുകാർ, വെള്ളം നൽകിക്കൊണ്ട് സഹായം ചെയ്ത ആളുകൾ, സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സഹായം ചെയ്ത ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ. അവരുടെയൊക്കെ ജീവിതത്തിൽ നീ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നൽകണേ. പടച്ച റബ്ബേ, തൊഴിലാളികളായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, ഒരു നേരത്തെ നിത്യവൃത്തിക്ക് വേണ്ടി കടലിനോട് പോരടിക്കുന്ന എത്രയോ തൊഴിലാളികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പല തൊഴിലുകളിലും ഏർപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തെ സഹോദരങ്ങൾ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇനിയും വസിയത്ത് പറയുകയാണ്. നിങ്ങൾ ദീനിന് വിരുദ്ധമായി ഒന്നിലും ചെയ്യരുത്, ഒന്നിലും പോകരുത്, ഒന്നും കാണരുത്, ഒന്നും കേൾക്കരുത്. പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. സർവശക്തൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ.
കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത ദിവസങ്ങളിലും അല്ലാതെയുമൊക്കെയായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു മരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ എല്ലാവരുടെയും ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മനസ്സിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ നഷ്ടങ്ങൾക്ക് പകരമായി അള്ളാഹു അവർക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.